Sadguruve Sharanam. Welcome to 24-day free spoken English course day 13. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കാനാണ്. മൈ മദർ ഏറ്റവും നല്ല ടോപ്പിക്കാണ്. അപ്പം ഇത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ആലോചിച്ച് ഇതുപോലെ നിങ്ങൾ എഴുതി ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഐഡിയാസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ തരുന്നത്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ഇതാണ്. ഞങ്ങൾ ഇൻറ്ററാക്ട് ചെയ്ത് മൈ മദർ എന്നുള്ള ആ ടോപ്പിക്ക് കൊടുത്ത് അദ്ദേഹത്തിനെ കൊണ്ട് പറയിച്ച് എഴുതിയ ഒരു കാര്യമാണ്. അപ്പോൾ റെഡിയാണല്ലോ? അപ്പം മടി കൂടാതെ ഇത് പറഞ്ഞും പഠിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് വേർഡ്സ് കിട്ടും, ഒരുപാട് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഇതിൽ നാച്ചുറലായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? സോ ദെൻ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ എം ആശാലത ശ്രീജ്. നമ്മുടെ ഈ പുതിയ കോഴ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ഓൾമോസ്റ്റ് 1,99,000 വ്യൂസ് കഴിഞ്ഞു. എനിക്കൊന്ന് 1 lakh വ്യൂസ് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. വളരെ സന്തോഷം. ഇത് കംപ്ലീറ്റ് നിങ്ങൾ ഈ ഇതുവരെയുള്ള 12 വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇംഗ്ലീഷിൽ ഒരു അവയർനെസ് കിട്ടും. നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നുള്ളതിനുള്ള വ്യക്തമായ ഐഡിയാസാണ് ഞാൻ ഈ 12 വീഡിയോസിൽ ഇതുവരെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഒരു 12 വീഡിയോസും കൂടെ ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് ജീവിതത്തിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ കവർ ചെയ്യുന്നതാണ്. പിന്നെ മാത്രമല്ല, ഞാൻ ഷോർട്സിൽ ഏറ്റവും ബിഗിനർ ലെവലിലുള്ളവർക്ക് ഒരക്ഷരം, അതായത് ഒരു ബിഗിനർ ലെവലിലുള്ളവർക്ക് ഒരു വേർഡ് എടുത്തിട്ട് ആ വേർഡ് വെച്ച് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളതിനുള്ള ഇത് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ആ ഷോർട്സ് നിങ്ങൾ പോയി കാണണം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്, ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സ് ഇതൊക്കെ ഉണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് ചേരാം. പിന്നെ ഇംഗ്ലീഷ് ട്യൂഷനുണ്ട്, സയൻസ് ട്യൂഷനുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളെല്ലാം ഞാൻ ഈ പോസ്റ്ററായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി വെക്കേഷൻ വരുവാണ്, അപ്പോൾ കുട്ടികൾക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും. ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടാവും കുട്ടികൾക്കും വലിയവർക്കും. സമ്മർ ഓഫറാണ്. ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യുന്നവർക്ക് ഭയങ്കര ഡിസ്കൗണ്ട് ആയിരിക്കും. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു റേറ്റിലായിരിക്കും ഞാൻ ഈ വെക്കേഷൻ ടൈമിൽ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ഓഫർ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് ഈ നമ്പറിൽ വിളിക്കുക. ഇപ്പോഴേ നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറുള്ള ഈ കോഴ്സിൽ നിങ്ങൾക്ക് ചേരണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഈ ഒരു സമ്മർ വെക്കേഷനിൽ ഓഫർ ഉണ്ടാവും. സമ്മർ വെക്കേഷൻ സ്പെഷ്യൽ ഓഫർ കോഴ്സ് തുടങ്ങുന്നത് April 1 പൗർണമി ദിവസമാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് മുതൽ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ തുടങ്ങുവാണ്. എത്രയും വേഗം നിങ്ങൾ വിളിക്കുക, രജിസ്റ്റർ ചെയ്യുക. ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇനി ഇങ്ങനെ ഒരു റേറ്റിൽ നമുക്ക് ഇപ്പോഴെങ്കിലും ക്ലാസ് കിട്ടില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. മൈ മദർ. അപ്പോൾ ആദ്യം ഞാൻ ഒരു മലയാളത്തിൽ ഒരു സെൻറ്റൻസ് ഞാൻ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ ആലോചിക്കണം. ആലോചിച്ച് വരുമ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറഞ്ഞു തരും, അതിൻ്റെ എക്സ്പ്ലനേഷനും പറഞ്ഞു തരും. ഓക്കെ. എൻ്റെ അമ്മയുടെ പേര് ലത ജോസഫ് എന്നായിരുന്നു. അതായത് ഇപ്പം ഈ എൻ്റെ അമ്മയുടെ പേര് ലത ജോസഫ് എന്നായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന്, അല്ലേ? അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്യണം. ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം, മരിച്ചു പോയെങ്കിൽ എങ്ങനെ പറയണം, ഈ 2 കാര്യവും ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് അനുസരിച്ച് എൻ്റെ അമ്മയുടെ പേര് ലത ജോസഫ് എന്നായിരുന്നു എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ അമ്മയുടെ പേര്, മൈ മദേഴ്സ് നെയിം. ഇവിടെ പലരും മദർ നെയിം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറയാം, യുഡേ എന്ന് വരണമെങ്കിൽ മദർ എന്ന് എഴുതിയിട്ട് അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് എഴുതണം. അപ്പം മൈ മദേഴ്സ് നെയിം ആയിരുന്നു എന്ന് പറയണമെങ്കിൽ വാസ് ആണ്. മൈ മദേഴ്സ് നെയിം വാസ് ലത ജോസഫ്. ഗോട്ട് ഇറ്റ്? ഇനി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ വാസ് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ജീവിച്ചിരിപ്പുള്ള ആളാണെങ്കിൽ നമ്മൾ വാസ് പറയണോ? വേണ്ട. അപ്പം നമ്മൾ എന്ത് പറയും? മൈ മദേഴ്സ് നെയിം ഈസ് ലത ജോസഫ്. അപ്പോൾ അവിടെ ഈസ് ഉപയോഗിക്കാം. കഴിഞ്ഞു. അമ്മ കോട്ടയത്തിനടുത്തുള്ള കുറവിലങ്ങാടാണ് താമസിച്ചിരുന്നത്. അമ്മ കോട്ടയത്തിനടുത്തുള്ള കുറവിലങ്ങാടാണ് താമസിച്ചിരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷീ എന്നാക്കുന്നു. ഷീ
lived in കുറവിലങ്ങാട്. കുറവിലങ്ങാടാണ് താമസിച്ചിരുന്നത്. എവിടെയാണ്? കോട്ടയത്തിനടുത്തുള്ള, നിയർ കോട്ടയം. മലയാളത്തിൽ പറഞ്ഞപ്പോൾ അമ്മ കോട്ടയത്തിനടുത്തുള്ള കുറവിലങ്ങാടാണ് താമസിച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ എന്തായി? കോട്ടയം അവസാനത്തേക്ക് പോയി. അപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു സംഭവം, ഈ ഓർഡർ കുറച്ചിങ്ങനെ മാറുകയാണ് വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഷി ലിവ്ഡ് ഇൻ കുറവിലങ്ങാട് നിയർ കോട്ടയം. മലയാളത്തിൽ പറയുമ്പോൾ നോക്കിയേ, ലിവ്ഡ് എന്നുള്ളത് അവസാനം വരുന്നത്, വേർബ് അവസാനം. അമ്മ കോട്ടയത്തിനടുത്തുള്ള കുറവിലങ്ങാടാണ് താമസിച്ചിരുന്നത്. ആ ഓർഡർ അങ്ങനെയാണ്, താമസിച്ചിരുന്നത് എന്നുള്ള അവസാനം മലയാളത്തിൽ. ഇംഗ്ലീഷിലാണെങ്കിലോ ഷീ ലിവ്ഡ് എന്ന് പറയണം. അപ്പം ഇതാണ് ഈ ഒരു ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള ആ ഒരു ഓർഡറുള്ള വ്യത്യാസം. അപ്പം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടേ ട്രാൻസ്ലേറ്റ് ചെയ്യാവുള്ളൂ, അല്ലാതെ കറക്റ്റ് വേർഡ് ഓർഡറിൽ ഇങ്ങനെ പോകരുത്. ഇനി അമ്മ ജനറൽ നഴ്സിംഗ് പഠിച്ച് ഡിപ്ലോമ പൂർത്തിയാക്കി. അമ്മ ജനറൽ നഴ്സിംഗ് പഠിച്ച് ഡിപ്ലോമ പൂർത്തിയാക്കി. അപ്പൊ അമ്മ എന്നുള്ളതിന് പകരം നമുക്ക് ഷീ എന്ന് പറയാം. കാരണം എപ്പോഴും അമ്മ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ അതിന് പകരം ഷീ എന്ന് ചേർക്കുന്നു. അപ്പൊ എങ്ങനെ പറയും? ഷീ കഴിഞ്ഞ് പഠിച്ചു എന്നുള്ള വേർബ് അവിടെ കൊണ്ടുവരും. ഷീ സ്റ്റഡീഡ്. എന്ത് പഠിച്ചു? ഷീ സ്റ്റഡീഡ് ജനറൽ നഴ്സിംഗ്. ഷീ സ്റ്റഡീഡ് ജനറൽ നഴ്സിംഗ് ആൻഡ് എന്ത് ചെയ്തു? കംപ്ലീറ്റഡ് ഹർ ഡിപ്ലോമ. കംപ്ലീറ്റ് ചെയ്തു, കംപ്ലീറ്റഡ് ഹർ ഡിപ്ലോമ. ഗോട്ട് ഇറ്റ്? അന്ന് നഴ്സുമാർക്ക് അധികം ജോലി അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന്. അപ്പം നമുക്ക് പറയാം ബാക്ക് ദെൻ. അത് കുറച്ച് നല്ലൊരു സ്റ്റാൻഡേർഡ് ഇതാണ്. അല്ലെങ്കിൽ ഇൻ ദോസ് ഡേയ്സ്, അല്ലെങ്കിൽ അറ്റ് ദാറ്റ് ടൈം. ഇത് മൂന്ന് നമുക്ക് ഉപയോഗിക്കാം. ബാക്ക് ദെൻ there were not many opportunities for nurses. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് ആദ്യം പറയുന്നത്. ആർക്കെന്നുള്ളത് അവസാനം. അപ്പം ബാക്ക് ദെൻ there were not many opportunities. ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. there were not many opportunities. ഉണ്ടായിരുന്നില്ല എന്നാണ് ഏതിൻ്റെ അർത്ഥം? there were not. ഉണ്ടായിരുന്നില്ല, അന്നുണ്ടായിരുന്നില്ല. എന്തുണ്ടായിരുന്നില്ല? നോട്ട് മെനി ഓപ്പർച്യൂണിറ്റീസ്. അധികം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആർക്ക്? ഫോർ നഴ്സസ്. നഴ്സസിന്. പലരും ചോദിക്കും എന്താ അവിടെ ഈ ഫോർ വരുന്നതെന്ന്. ഇപ്പം നമ്മൾ മലയാളത്തിലാണെങ്കിൽ നഴ്സസിന് എന്ന് പറയണ്ടേ? ആ ന് എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ തന്നെ ഒരു മീനിങ് ആണ് അവിടെ ഫോറിനുള്ളത്. അല്ലാതെ പ്രത്യേകിച്ചൊരു അർത്ഥം ആ ഫോറിനില്ല. പക്ഷെ ഈ സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് പോകാൻ വേണ്ടി ചില അലങ്കാരങ്ങൾ ചേർക്കാന്ന് പറയുന്ന പോലെയാണ് ഈ പ്രപ്പോസിഷൻസിന്റെ കാര്യം. അമ്മ കുറച്ചു മാസങ്ങൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു. അമ്മ, അതിന് പകരം ഷീ. അതിന് വേർബാണ് ജോലി ചെയ്തു എന്നുള്ളത്. അപ്പൊ വർക്ക്ഡ്. എവിടെ? ഇൻ എ സ്മോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഒരു സ്വകാര്യ ആശുപത്രിയിൽ. ഒരു ചെറിയ സ്വകാര്യ ആശുപത്രി. ഇൻ എ സ്മോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. എത്ര കാലം? ഫോർ എ ഫ്യൂ മന്ത്സ്. കുറച്ചു കാലം, കുറച്ചു മാസങ്ങൾ. ഫോർ എ ഫ്യൂ മന്ത്സ്. അമ്മയ്ക്ക് 22 വയസ്സുള്ളപ്പോൾ വിവാഹിതയായി. അപ്പൊ എന്ത് പറയും? വിവാഹിതയായി. ആർക്ക്? ആര്? ഷീ. അപ്പൊ അമ്മയ്ക്ക് വരെ ഷീ. ഷീ ഗോട്ട് മാരീഡ്. ഗോട്ട് മാരീഡ് എന്നാണ് വിവാഹിതയായി എന്നുള്ളതിനർത്ഥം. അപ്പൊ ഷീ ഗോട്ട് മാരീഡ് എത്ര വയസ്സുള്ളപ്പോ? 22 വയസ്സുള്ളപ്പോൾ എന്ന് പറയണ്ടേ? അപ്പൊ വെൻ ഷീ വാസ് 22 years. ഇനി ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറയണേ. ദുബായിലായിരുന്നപ്പോൾ, വെൻ ഷീ വാസ് ഇൻ ദുബായ്, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, വെൻ ഷീ വാസ് വർക്കിംഗ് ദെയർ. അപ്പൊ ഈ വെൻ ഷീ വാസ് എന്ന് ചേർക്കുമ്പോൾ അപ്പോൾ, ജോലി ചെയ്തപ്പോൾ, അപ്പോൾ എന്നുള്ള അർത്ഥം കിട്ടും. അവൾ വന്നപ്പോൾ എന്നെങ്ങനെ പറയും? അത് നിങ്ങൾ കമന്റ് ചെയ്യും. വിവാഹത്തിന് ശേഷം അമ്മ ജോലി നിർത്തി വീട്ടമ്മയായി. നോ നോ നോ, നെവർ ഡു ദിസ്. ഇത് പണ്ടത്തെ കാലമായതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യത്തില്ല. കാരണം രണ്ടുപേർക്ക് പൈസ ഉണ്ടെങ്കിൽ മക്കൾക്കും വീടിനും ഒക്കെ നല്ലതല്ലേ. അപ്പോൾ വിവാഹത്തിന് ശേഷം, ആഫ്റ്റർ മാരേജ് എന്താ ചെയ്തത്? ജോലി നിർത്തി. അപ്പോൾ അമ്മ ജോലി നിർത്തി. അപ്പോൾ ഷീ സ്റ്റോപ്ഡ് വർക്കിംഗ്. എന്നിട്ട് എന്തായി? വീട്ടമ്മയായി. ആൻഡ് became a homemaker. ഇപ്പൊ ഹൗസ് വൈഫ് എന്ന് പറയുന്നതിന് പകരം ഹോം മേക്കർ എന്നാണ് പറയുന്നത്. അതൊരു കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു വില കൂടിയതുപോലെ എല്ലാവർക്കും തോന്നും. കാരണം
ഒരു വീട് കൊണ്ടു നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി കൊണ്ടു നടത്തുന്നതിനേക്കാളും വളരെ പാടല്ലേ. എത്ര പേരുടെ കാര്യങ്ങൾ നോക്കണം, എത്ര പേരുടെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം അല്ലേ? അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. പണ്ട് കാലത്ത് അത് വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഒരു മ്യൂച്വൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യും, പിന്നെ അങ്ങനെ സഹായത്തിന് ആളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് കുറവുണ്ട്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. ഞാൻ ജനിച്ചത് 1982-ലാണ്. ഐ വാസ് ബോൺ ഇൻ 1982. ജനിച്ചത് പാസ്റ്റ് ടെൻസ് അല്ലേ? അപ്പൊ ഐ വാസ് ബോൺ, ഞാൻ ജനിച്ചത്. ഐ വാസ് ബോൺ ഇൻ 1980. 4 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഇളയ സഹോദരി ജനിച്ചു. 4 വർഷങ്ങൾക്കു ശേഷം എന്തെങ്ങനെ പറയും? കിട്ടിയോ? 4 years later. 4 years later. ശേഷം എന്നുള്ളതാണ് ഈ ലേറ്റർ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. അപ്പൊ 4 years later ആര് ജനിച്ചു? മൈ യങ്ങർ സിസ്റ്റർ വാസ് ബോൺ. എൻ്റെ ഇളയ സഹോദരി യങ്ങർ സിസ്റ്റർ വാസ് ബോൺ, ജനിച്ചു. എൻ്റെ അമ്മ ഞങ്ങളെ വളരെയധികം സ്നേഹിച്ചു. എൻ്റെ അമ്മ ഞങ്ങളെ വളരെയധികം സ്നേഹിച്ചു. മൈ മദർ, എൻ്റെ അമ്മ മൈ മദർ സ്നേഹിച്ചു. ലവ്ഡ് ആരെ? ഞങ്ങളെ. അസ്. മൈ മദർ ലവ്ഡ് അസ് വെരി മച്ച്. വളരെയധികം, വെരി മച്ച്. അമ്മ എപ്പോഴും ഞങ്ങളെ നോക്കി പരിചരിച്ചു. അമ്മ എപ്പോഴും ഞങ്ങളെ നോക്കി പരിചരിച്ചു. അമ്മ, ഷീ. അമ്മ എപ്പോഴും എന്ത് ചെയ്തു? ടുക്ക് കെയർ എന്നാണ്. നോക്കി പരിചരിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ടുക്ക് കെയർ ഓഫ് അസ്. ഓഫ് അസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പരിചരിച്ചു എന്നുള്ള ആ മീനിങ് ആണ് അവിടെ വരുന്നത്. ടുക്ക് കെയർ ഓഫ് അസ്. അത് ഈ ടുക്ക് കെയർ ഓഫ് എന്നുള്ളത് ഒരു സെറ്റായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. ടുക്ക് കെയർ ഓഫ്, ടേക്ക് കെയർ ഓഫ്, അതങ്ങനെ ഒരു ഫ്രേസാണ്. അതങ്ങനെ കോമ്പിനേഷനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതവിടെ എടുത്ത് ഫിറ്റ് ചെയ്താൽ. അമ്മ വളരെ നല്ല പാചകക്കാരിയായിരുന്നു. എങ്ങനെ പറയും? ഷി വാസ്. ആയിരുന്നു എന്ന് പറയുമ്പോൾ വാസ് ആണ്. അപ്പം ഷി ഇവിടെ ആയിരുന്നു എന്നുള്ള വേർബാണ്. ഷി വാസ് എ ഗുഡ് കുക്ക്. നല്ല പാചകക്കാരിയായിരുന്നു. ഗുഡ് കുക്ക്. അല്ല, എക്സലന്റ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. എക്സലന്റ് കുക്ക് എന്നും പറയാം. അമ്മ ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണം തയ്യാറാക്കി. അമ്മ ഞങ്ങൾക്ക്. അപ്പൊ എന്ത് വരും? അമ്മ ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണം തയ്യാറാക്കി. അവിടെ തയ്യാറാക്കി അവസാനം വന്നേക്കാണ്. അപ്പൊ അതെടുത്ത് എവിടെ ഇടണം? അമ്മയ്ക്ക് ശേഷം ഇടണം. സബ്ജക്ട് പ്ലസ് വേർബാണ് ഈ ഇംഗ്ലീഷിലെ ആ ഓർഡർ, അതാണ്. അപ്പം ഷീ തയ്യാറാക്കി, പ്രിപ്പയർഡ്. ഷീ പ്രിപ്പയർഡ് എന്ത്? രുചികരമായ ഭക്ഷണം. അപ്പം എങ്ങനെ പറയും? ഡെലിഷ്യസ് ഫുഡ്. ഷീ പ്രിപ്പയർഡ് ഡെലിഷ്യസ് ഫുഡ്. ആർക്ക്? ഫോർ അസ്, ഞങ്ങൾക്ക്. ഷീ പ്രിപ്പയർഡ് ഡെലിഷ്യസ് ഫുഡ് ഫോർ അസ്. വെജിറ്റബിൾ സ്റ്റ്യൂ, അപ്പം, മീൻ വറുത്തത് എന്നിവയായിരുന്നു എൻ്റെ ഇഷ്ടവിഭവങ്ങൾ. അപ്പം അന്നത്തെ ഇഷ്ടവിഭവങ്ങളെ കുറിച്ച് പറയുവാണേ. അപ്പം എങ്ങനെ പറയും? എൻ്റെ ഇഷ്ടവിഭവങ്ങൾ എന്ന് വേണം നമ്മൾ തുടങ്ങാൻ. മൈ ഫേവററ്റ് ഡിഷസ്. എൻ്റെ ഇഷ്ടവിഭവങ്ങളാണ് ഫേവററ്റ് ഡിഷസ്. എന്തൊക്കെയാണ്? വേർ, ആയിരുന്നു. അപ്പോൾ അവിടെ വേർബ് ആദ്യം കൊണ്ടുവരും. മൈ ഫേവററ്റ് ഡിഷസ് വേർ എന്തൊക്കെയാണ്? വെജിറ്റബിൾ സ്റ്റ്യൂ, അപ്പം ആൻഡ് ഫിഷ് ഫ്രൈ. അമ്മയുടെ ഭക്ഷണത്തിന്റെ രുചി ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു. അപ്പം ഞാൻ എന്ന് പറയുന്ന ആളാണല്ലോ ഓർക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം കൊണ്ടുവരും. സബ്ജക്റ്റ് ആദ്യം. ഐ സ്റ്റിൽ റിമെമ്പർ. ഇന്നും ഓർക്കുന്നു എന്നുള്ളതിനാണ് സ്റ്റിൽ, ഇന്നും. അതിൻ്റെ ഇംഗ്ലീഷാണ് സ്റ്റിൽ റിമെമ്പർ, ഓർക്കുന്നു. എന്തോർക്കുന്നു? ദ ടേസ്റ്റ് ഓഫ് ഹെർ ഫുഡ്. അമ്മയുടെ ഭക്ഷണത്തിൻ്റെ രുചി. ദ ടേസ്റ്റ് ഓഫ് ഹെർ ഫുഡ്. ഫുഡിൻ്റെ രുചി ഇന്നും ഓർക്കുന്നു. എൻ്റെ അമ്മ ക്ഷമയുള്ളവളും ദയവുള്ളവളും പരിശ്രമശാലിയുമായിരുന്നു. അപ്പം എങ്ങനെ പറയും? എൻ്റെ അമ്മ ദയയുള്ളവളും ക്ഷമയുള്ളവളും പരിശ്രമശാലിയുമായിരുന്നു. അപ്പം നമുക്ക് ആദ്യം ദയയുള്ളവൾ വെച്ച് തുടങ്ങാം. ആരാ അങ്ങനെയായിരുന്നു? എൻ്റെ അമ്മ അല്ലേ? അപ്പം മൈ മദർ ആയിരുന്നു, വാസ്. മൈ മദർ വാസ് ദയയുള്ളവൾ. എന്നെങ്ങനെ പറയും? കൈൻഡ്. മൈ മദർ വാസ് കൈൻഡ്. ഇനി ക്ഷമയുള്ളവൾ, പേഷ്യൻറ്റ്. ക്ഷമയുള്ള ആളെന്നുള്ള അർത്ഥത്തിലാണ് പേഷ്യൻറ്റ്. ആൻഡ് പരിശ്രമശാലിയായിരുന്നു, ഹാർഡ് വർക്കിംഗ്. മൈ മദർ വാസ് കൈൻഡ്, പേഷ്യൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. അച്ചടക്കത്തിലും നല്ല ശീലങ്ങളിലും അമ്മ വളരെ കർശനമായിരുന്നു. അപ്പോൾ ആരാണ് കർശനമായിരുന്നത്? അമ്മ. അപ്പോൾ നമ്മൾ അത് ആദ്യം തുടങ്ങണം. അപ്പോൾ എങ്ങനെ തുടങ്ങും? പറഞ്ഞു നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഷീ വാസ് സ്ട്രിക്റ്റ്. അതാണ് ആദ്യം വരിക. ഷീ വാസ് സ്ട്രിക്റ്റ്. അമ്മ കർശനമായിരുന്നു. എന്തിനെ കുറിച്ച്? അച്ചടക്കത്തെക്കുറിച്ചും
നല്ല ശീലങ്ങളെക്കുറിച്ചും അല്ലേ. ഇപ്പം അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ, നല്ല ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുഡ് മാനേഴ്സ്. അപ്പം എങ്ങനെ പറയാം? ഷീ വാസ് സ്ട്രിക്റ്റ് അബൌട്ട്, കുറിച്ച്, ആ അബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നാണ് അർത്ഥം. അബൌട്ട് ഡിസിപ്ലിൻ ആൻഡ് ഗുഡ് മാനേഴ്സ്. ഗുഡ് മാനേഴ്സിനെ കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും. അപ്പം ഡിസിപ്ലിൻ ആൻഡ് ഗുഡ് മാനേഴ്സ്. ഷി വാസ് സ്ട്രിക്റ്റ് അബൌട്ട് ഡിസിപ്ലിൻ ആൻഡ് ഗുഡ് മാനേഴ്സ്. സത്യസന്ധരായും ബഹുമാനമുള്ളവരായും പരിശ്രമികളായും ഇരിക്കാൻ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു. അമ്മ പഠിപ്പിച്ചു എന്ന് തുടങ്ങണം. ഷീ ടോട്ടസ്, TAUGHT, ടോട്ടസ്. ഷീ ടോട്ടസ് എന്താണ് പഠിപ്പിച്ചത്? സത്യസന്ധരായിരിക്കാൻ. അപ്പോൾ ആ ഇരിക്കാൻ എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും? ഷീ ടോട്ടസ് ടു ബി. ടു ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കാൻ എന്നാണ്. ഷീ ടോട്ടസ് ടു ബി. ഇനി ക്വാളിറ്റീസ് പറയാം. ഓണസ്റ്റ്, ടു ബി ഓണസ്റ്റ്, കോമ ബഹുമാനമുള്ളവരായിരിക്കാൻ, റെസ്പെക്ട്ഫുൾ. അപ്പോൾ ഒരു പ്രാവശ്യം ടു ബി പറഞ്ഞാൽ മതി. ടു ബി ഓണസ്റ്റ്, കോമ ബഹുമാനമുള്ളവരായിരിക്കാൻ, റെസ്പെക്ട്ഫുൾ എന്നാണ് പറയുക. റെസ്പെക്ട്ഫുൾ ആയിരിക്കാൻ എന്നുള്ള അർത്ഥം. ടു ബി ഓണസ്റ്റ്, റെസ്പെക്ട്ഫുൾ ആൻഡ് പരിശ്രമശാലികളായിരിക്കാൻ, ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഷീ ടോട്ട് us ടു ബി ഓണസ്റ്റ്, റെസ്പെക്ട്ഫുൾ ആൻഡ് ഹാർഡ് വർക്കിംഗ്. മാസികകൾ വായിക്കുകയും ടെലിവിഷൻ കാണുകയും ചെയ്യുന്നത് അമ്മയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പം അമ്മയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്നല്ലേ ആദ്യം തുടങ്ങണ്ടേ? അപ്പം എങ്ങനെ തുടങ്ങും? ഷീ ലൈക്ഡ്. ഷീ ലൈക്ഡ് എന്തൊക്കെ? മാസികകൾ വായിക്കുന്നത്, റീഡിങ് മാഗസിൻസ്. ഷീ ലൈക്ഡ് റീഡിങ് മാഗസിൻസ്. പിന്നെന്താണ്? TV കാണുന്നത്, വാച്ചിങ് TV. വാച്ചിങ് TV എന്ന് വെച്ചാൽ TV കാണൽ എന്നാണ്. റീഡിങ് മാഗസിൻസ് എന്ന് വെച്ചാൽ മാഗസിൻസ് വായിക്കൽ. അപ്പോൾ ഷീ ലൈക്ഡ് റീഡിങ് മാഗസിൻസ് ആൻഡ് വാച്ചിങ് TV വെരി മച്ച്, വളരെയധികം. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അമ്മ വളരെ സൗഹൃദപരമായിരുന്നു. അപ്പൊ സൗഹൃദപരമായിരുന്നു എന്നുള്ളത് വെച്ച് വേണമല്ലോ തുടങ്ങാൻ. ആര്? അമ്മ ആയിരുന്നു. അപ്പം ഷീ വാസ് ഫ്രണ്ട്ലി. ആരുമായിട്ട്? സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടും അല്ലേ. അപ്പോൾ ആ ആയിട്ടും എന്ന് പറയാനായിട്ട് നമുക്ക് അവിടെ വേണ്ടത് എന്താണെന്നറിയോ? ഷി വാസ് ഫ്രണ്ട്ലി വിത്ത്. ഫ്രണ്ട്ലിയുടെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ എപ്പോഴും വിത്ത് ആയിരിക്കും. ഷീ വാസ് ഫ്രണ്ട്ലി വിത്ത് ഹർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. അമ്മ എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചു. അമ്മ എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചു. അപ്പം ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഷീ വെച്ച് തുടങ്ങണം. എന്താ ചെയ്തത്? എപ്പോഴും സഹായിച്ചു അല്ലേ. ഷീ ഓൾവേസ് ഹെൽപ്ഡ്. ഷീ ഓൾവേസ് ഹെൽപ്ഡ് അതേഴ്സ്. മറ്റുള്ളവരെ. ഷീ ഓൾവേസ് ഹെൽപ്ഡ് അതേഴ്സ്. ഷീ ഹെൽപ്ഡ് അതേഴ്സ് ഓൾവേസ് എന്നും പറയാം, കുഴപ്പമില്ല കേട്ടോ. ഷീ ഹെൽപ്ഡ് അതേഴ്സ് ഓൾവേസ് എന്നും പറയാം. ഇനി അമ്മ മരിച്ചവരുടെ കാര്യമാണെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് എങ്ങനെ പറയാം? എൻ്റെ അമ്മ 2020 അന്തരിച്ചു. ഷീ പാസ്ഡ് അവേ എന്നാണ് മരിച്ചുപോയി എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഷീ പാസ്ഡ് അവേ ഇൻ 2020. ഇനി അമ്മ മരിച്ചിട്ടില്ല, ഇപ്പോഴും നല്ല സന്തോഷമായിട്ടും ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നാണ് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതാണെങ്കിൽ എങ്ങനെ പറയും? എൻ്റെ അമ്മ ഇപ്പോഴും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ. അപ്പോഴോ? ബൈ ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയാൽ, ബൈ ഗോഡ്സ് ഗ്രേസ് എൻ്റെ അമ്മ, അതാണല്ലോ വിഷയം. അപ്പം മൈ മോം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നല്ലേ. മൈ മോം ഇസ് സ്റ്റിൽ അലൈവ്, അല്ലെങ്കിൽ ഇസ് അലൈവ് എന്ന് പറഞ്ഞാൽ മതി. കാരണം ഒരുപാട് വയസ്സായവരാണെങ്കിൽ നമ്മൾ ഇസ് സ്റ്റിൽ അലൈവ് എന്ന് പറയും. അതല്ല ഇപ്പം നോർമൽ, അങ്ങനെ അധികം അങ്ങനെ അങ്ങ് ഭയങ്കര വയസ്സൊന്നും ആയിട്ടില്ലെങ്കിൽ ഇസ് അലൈവ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മൈ മോം ഇസ് സ്റ്റിൽ അലൈവ്. എങ്ങനെ? സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും. അപ്പം ഇസ് അലൈവ്, ഹാപ്പി ആൻഡ് ഹെൽത്തി. ഹാപ്പി ആൻഡ് ഹെൽത്തി. ഇവിടെ ഹാപ്പിലി അല്ല കേട്ടോ, അത് അമ്മയെക്കുറിച്ചായതുകൊണ്ട് നമ്മൾ ഹാപ്പി എന്ന് പറഞ്ഞാൽ മതി. ഷീ സ്റ്റിൽ അലൈവ്, ഹാപ്പി അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. ഹാപ്പിലി എന്ന് പറയുകയാണെങ്കിൽ അത് വേർബിനാണ് നമ്മൾ ഉപയോഗിക്കുക. എന്തെങ്കിലും സന്തോഷത്തോടെ ഒരാൾക്ക് കൊടുത്തു എന്ന് പറയാനാണെങ്കിൽ ഷീ ഹാപ്പിലി ഗേവ് ഹർ എന്ന് പറയാം. ആ കൊടുത്തത് എങ്ങനെയാണ്? സന്തോഷത്തോടെ കൊടുത്തു എന്നല്ലേ. കൊടുത്ത കാര്യത്തെ വിവരിക്കാനായിട്ട് നമ്മൾ ഹാപ്പിലി എന്ന് പറയും. ഇവിടെ അമ്മയെക്കുറിച്ച് തന്നെയാണ്. അപ്പം ഷീ സ്റ്റിൽ അലൈവ്, ഹാപ്പി ആൻഡ് ഹെൽത്തി. ഇനി അമ്മ മരിച്ചവരാണെങ്കിൽ അമ്മയെ എപ്പോഴും അവർ ഓർക്കും അല്ലേ. നമ്മൾ അമ്മയെ എപ്പോഴും ഓർക്കും. അതെങ്ങനെ പറയാം? ഞങ്ങൾ എന്നും അമ്മയെ ഓർക്കും. നിങ്ങളൊന്ന് പറഞ്ഞേ, ഓർത്തോ? ഇനി ഞാൻ പറയുന്നതാണോ നിങ്ങൾ ഓർത്തതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. വി മിസ് ഹർ വെരി മച്ച്.
ഇങ്ങനെയാണോ പറഞ്ഞത്? വി മിസ് ഹർ വെരി മച്ച്. നമ്മൾ എപ്പോഴും ഓർക്കുമ്പോഴാണല്ലോ നമ്മൾ ആ ആളെ മിസ് ചെയ്യുക. അപ്പോൾ വി മിസ് ഹർ വെരി മച്ച്. ഇനി ഇങ്ങനെയും പറയാം, വി സ്റ്റിൽ റിമെമ്പർ ഹർ എന്ന്. പക്ഷെ അതിനേക്കാളും നല്ലത് വി മിസ് ഹർ വെരി മച്ച് എന്ന് പറയുന്നതാണ്. ഇനി അമ്മ മരിച്ചുപോയവരാണെങ്കിൽ ഇങ്ങനെ പറയും, അമ്മയുടെ സ്നേഹവും ഉപദേശങ്ങളും ഞങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നു. എങ്ങനെ പറയുന്നു? എങ്ങനെ പറയൂ അത്? അമ്മയുടെ സ്നേഹവും ഉപദേശങ്ങളും. ഹർ ലവ്, ഹർ അമ്മയുടെ, ഹർ ആണ്. ഷീ എന്ന് പറയുമ്പോൾ അവളാണ്, ഇവിടെ ഹർ ആണ്, അമ്മയുടെ എന്നല്ലേ. ഹർ ലവ് ആൻഡ് ടീച്ചിങ്സ്. ഉപദേശങ്ങൾക്ക് നമ്മൾ ടീച്ചിങ്സ് എന്ന് പറഞ്ഞാൽ മതി. ഹർ ലവ് ആൻഡ് ടീച്ചിങ്സ് എവിടെയാണ് അത് എപ്പോഴും ഉള്ളത്? നമ്മുടെ ഹൃദയങ്ങളിൽ. അപ്പോൾ ആർ ഓൾവേസ് എന്ന് പറയണം. ആർ ഓൾവേസ് എപ്പോഴും ഉണ്ട്. എവിടെ? ആർ ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട്. എവിടെ? ഇൻ അവർ ഹാർട്ട്സ്. ഹർ ലവ് ആൻഡ് ടീച്ചിങ്സ് ആർ ഓൾവേസ് ഇൻ അവർ ഹാർട്ട്സ്. ഇൻ അവർ ഹാർട്ട്സ്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ. സോ ഹിയർ വി കം ടു ദി എൻഡ് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ വീഡിയോ. സോ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. സ്റ്റഡി ഓൾ ദീസ് സെൻറ്റൻസസ് ആൻഡ് പ്രാക്ടീസ് ചെയ്യുക മാത്രമാണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരേ ഒരു വഴി. അല്ലാതെ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. വായ അനക്കണം. തലയും വായും കൂടെ ഇങ്ങനെ അനങ്ങട്ടെ. അനങ്ങുമ്പോൾ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ എല്ലാ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടിരുന്നു. പുട്ടിൻ്റെ നമ്മൾ പറയില്ലേ തേങ്ങ പീരിയിടുന്ന പോലെ ഞാനതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്മർ വെക്കേഷൻ സ്പെഷ്യൽ ഓഫർ, നിങ്ങളെല്ലാവരും അത് ഉപയോഗിക്കുക. അപ്പോൾ അതിനുള്ള രജിസ്ട്രേഷൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അന്ന് മുതൽ തുടങ്ങുന്നതാണ്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ April 1 അതിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങും. കുട്ടികൾക്കും വലിയവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രാമർ ഓഫറാണ്. അപ്പം ഈ ഒരു സമ്മർ വെക്കേഷൻ ഓഫർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ നമ്പറിൽ എത്രയും വേഗം വിളിക്കുക. So see you in the next video. Until then, you take care. Sadgureshwar.